സമാപന സമ്മേളനത്തിന് തിരശ്ശീല വീഴും മുമ്പ് ഏവർക്കും നന്ദി പറയുക എന്ന പ്രധാനപ്പെട്ട കർത്തവ്യത്തിനായി ഗോൾഡൻ ജൂബിലി കമ്മിറ്റി കൺവീനർമാരിൽ ഒരാളായ ശ്രീ സുനിൽ ബേബിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഐ റിക്വസ്റ്റ് മിസ്റ്റർ സുനിൽ ബേബി ടു പ്രപ്പോസ് ദ വോട്ട് ഓഫ് താങ്ക്സ്. അഭിമന്യ തിരുമനസ്, ബഹുമാനപ്പെട്ട വികാരി അച്ഛൻ, വേദിയിൽ വിളിച്ചായിരുന്ന മറ്റ് ഇടവകളിലെ ബഹുമാനപ്പെട്ട അച്ഛന്മാർ, ബഹുമാനപ്പെട്ട ട്രസ്റ്റി, സെക്രട്ടറി, കമ്മിറ്റി അംഗങ്ങൾ, ഗോൾഡൻ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ, ഇന്ന് ആദരിക്കാനായിട്ട് ഇവിടേക്ക് കടന്നു വന്ന ഇടവകയുടെ ഏറ്റവും മുൻകാല ഇപ്പോഴും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തകരായ ജനങ്ങളെ, ബാക്കി ഇടവക ജനങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് നമ്മളിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് ഈ ഒരു ജന്മത്തിൽ പലർക്കും പലപ്പോഴും കിട്ടാത്ത, വളരെ അപൂർവമായിട്ട് കിട്ടുന്ന ഒരു അസുലഭ മുഹൂർത്തമാണ് ഒരു ഇടവകയുടെ ഗോൾഡൻ ജൂബിലി, അതുപോലെ തന്നെ പ്ലാറ്റിനം ജൂബിലിയിലേക്ക് പങ്കെടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നമ്മളെല്ലാം ഒരു ജൂബിലി ആഘോഷത്തിൽ പങ്കെടുത്ത് സന്തോഷകരമായിട്ടിരിക്കുകയാണ്. ശരിക്കും ഇത് നമ്മുടെ സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ ഇത് യഹോവയുണ്ടാക്കിയ ദിവസമാണ്, ഇതിൽ നമുക്ക് സന്തോഷിച്ച് ആനന്ദിക്കാം. 118 സങ്കീർത്തനത്തിൽ പറയുന്നത് പോലെ നമ്മൾക്ക് സന്തോഷിച്ച് ആനന്ദിക്കാനായിട്ടുള്ള ഒരു ദിവസമാണ്. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ഏറ്റവും മഹത്തരമായ ഒരു കർമ്മത്തിൽ സാക്ഷ്യം വഹിച്ച് നമ്മൾ ഇതിനകത്ത് പങ്കാളികളായിരിക്കുന്നു. നമ്മളിതിനകത്ത് പറയുമ്പോൾ ഈ ഇടവകയുടെ ചരിത്രം ഉണ്ടാകുന്നത് 50 വർഷങ്ങൾക്ക് പിന്നോടിയാണ്. അത്രയും ചരിത്രങ്ങൾ നമ്മളിവിടെ കേട്ട് കഴിഞ്ഞു. ഈ ചരിത്രത്തിൽ ഇത്രയും മുൻകാലങ്ങളായിട്ടുള്ള ആൾക്കാർ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ടാണ് നമുക്ക് ഇന്നൊരു 50 വർഷം ആഘോഷിക്കാനായിട്ട് ദൈവം നമുക്ക് ഇട നൽകിയത്. ഇതിൽ നമുക്ക് പറയുമ്പോൾ ഇവിടെ നമുക്ക് വേണ്ടിയിട്ട് നമുക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് ഇവിടെ കടന്നു വന്ന അച്ഛന്മാർ, എല്ലാ അച്ഛന്മാരെയും നമ്മൾ ഈ സമയത്ത് നമുക്ക് ഓർക്കണം. അവരോടെല്ലാം നമുക്ക് നന്ദിയുള്ളവരായിരിക്കണം. കാരണം അവരൊക്കെയാണ് നമ്മളുടെ ചരിത്രം സൃഷ്ടിക്കാനായിട്ട് നമുക്ക് മുന്നേ കടന്നു വന്ന ആൾക്കാർ. അതുപോലെ തന്നെ നമ്മൾ ചരിത്രം പറയുമ്പോൾ നമുക്ക് ഈ അവസാനം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓർമ്മ വരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ്. അതായത് നമ്മുടെ കാലഘട്ടത്തിൽ നടന്നു പോയതാണ്. കാരണം മുന്നേ ഉള്ളത് നമുക്ക് അറിയില്ല, പക്ഷേ നമുക്ക് ഓർമ്മയിൽ ആൾക്കാർ പറഞ്ഞു തരുമ്പോഴാണ് നമുക്കത് മനസ്സിലാകുന്നത്. നമുക്കിപ്പോഴുള്ള ഈ കാലഘട്ടത്തിൽ പറയുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞുപോയ ഈ ഏറ്റവും അടുത്ത സമയങ്ങളിൽ സംഭവിച്ചതാണ് നമ്മുടെ ഈ ഇടവകയുടെ പുനരുദ്ധാരണവും അതിൻ്റെതായ കൂതാശയും ഒക്കെ. നമ്മുടെ ഈ ഇടവകയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഏറ്റവും അത്ഭുതമുള്ള ഒരു ഇടവകയാണ്. എന്തുകൊണ്ടെന്നാൽ സ്തേഫാനോസ് സഹോദരൻ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചു വരുന്ന എല്ലാവർക്കും അതിൻ്റെതായ ഉത്തരം ലഭിക്കുന്ന ഒരു അവസ്ഥയാണുള്ളത്. അത് നമുക്ക് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും സാക്ഷ്യം പറയാനായിട്ടുള്ളത് നമ്മുടെ കൂതാശയാണ്. കൂതാശ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഇടവകയുടെ പണി നമ്മൾ പ്ലാൻ ചെയ്ത് അതിൻ്റെ കൂതാശയും ഫിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ശരിക്കും പണി തുടങ്ങിയത്. കൂതാശ എന്ന് പറയുന്നത് ഈ ജനുവരി 10-ാം തീയതിയിൽ കൂതാശ നമ്മൾ ഫിക്സ് ചെയ്തപ്പോൾ അതനുസരിച്ച് പണി ചെയ്തു. കൂതാശ നമ്മൾ പ്ലാൻ ചെയ്ത ദിവസങ്ങളിൽ ഒരു ദിവസം കൂടി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ശരിക്കും കൂതാശ നമുക്ക് നടക്കില്ലായിരുന്നു. സ്തേഫാനോസ് സഹോദരൻ വളരെ വലിയ അനുഗ്രഹം നമുക്ക് തന്നത് എല്ലാവർക്കും, അത് എൻ്റെ ജീവിതത്തിലും ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരു ജീവിക്കുന്ന സാക്ഷ്യമായിട്ട് നമുക്ക് എപ്പോഴും പറയാൻ സാധിക്കും. നമ്മുടെ മുന്നേ സംസാരിച്ച നമ്മുടെ വിജുവനച്ചൻ വിട്ടുപോയ ചെറിയ ചരിത്രം എന്ന് പറഞ്ഞാൽ ഈ ഹാള് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത് മെട്രോപൊളിറ്റൻസ് ഹാളാണ്. അതിൻ്റെ 2 തിരുമേനിമാർ, പക്കോമേസ് തിരുമേനിയും തെവദൂസ് തിരുമേനിയും, കൽക്കട്ട ഭദ്രാസനത്തിലെ, അവർ 2 പേരുടെ പേരൂടെ പറഞ്ഞു കഴിഞ്ഞു. അപ്പം അത് പറയാൻ വിട്ടുപോയ ചരിത്രത്തിൽ കൂടെ ഉള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് വേണ്ടിയിട്ട് പ്രവർത്തിച്ച എല്ലാ അച്ഛന്മാരും നമുക്ക് വേണ്ടിയിട്ട് ചെയ്ത എല്ലാ നല്ല ദാനങ്ങളെ ഓർക്കുമ്പോഴും നമുക്ക് ഈ പള്ളി പണി കഴിപ്പിച്ച ഫിലിപ്പച്ചനെയും കൂടി നമുക്ക് ജസ്റ്റ് ഓർത്തു പോകുന്നത് നമ്മുടെ ഒരു നന്ദിപൂർവ്വം നമുക്ക് സ്മരിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഗോൾഡൻ ജൂബിലിയുടെ സമാപന സമ്മേളനത്തിൽ വരുമ്പോൾ സമാപനത്തിന് മുന്നേ ഒരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു. ഈ ഉദ്ഘാടനം ചെയ്ത് നമ്മുടെ മെത്രാപ്പൊലിത്ത, ഭദ്രാസന മെത്രാപ്പൊലിത്ത അഭിമന്യ ഈ വർഗീസ് മർത്തിയോപുലോസ് തിരുമേനിയോടുള്ള നന്ദി ഈ സമയത്ത് അറിയിക്കുന്നു. തിരുമേനിയാണ് നമുക്ക് ഇവിടെ ഉദ്ഘാടനം ചെയ്തതും നമ്മളുടെ ഈ ഭവനത്തിൻ്റെ കല്ലടിയിൽ കൂതാശ കർമ്മം നടത്തിയതും തിരുമേനിയോടുള്ള നന്ദിയും സ്നേഹവും ഗോൾഡൻ ജൂബിലിയുടെ കമ്മിറ്റിയുടെ പേരിലും ഇടവകയുടെ പേരിലും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ നമ്മൾ മെച്യൂരിറ്റി ലെവലിലേക്ക് കടന്നു വരുന്ന ഒരു ലെവലാണത്. അതുകൊണ്ട് തിരുമേനിയുടെ കടന്നു വരികയും 3 ദിവസം നമ്മുടെ കൂടെ ആയിരിക്കുകയും നമുക്ക് വേണ്ടിയിട്ട് ഈ ഗോൾഡൻ ജൂബിലിയുടെ സമാപന സമ്മേളനത്തിൽ നമുക്ക് മുഖ്യ പ്രസംഗം നടത്തുകയും ചെയ്ത തിരുമേനിയോടുള്ള എല്ലാ നന്ദി സ്നേഹവും ഇടവകയുടെ പേരിലും ഗോൾഡൻ ജൂബിലിയുടെ പേരിലും അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ വികാരി അച്ഛൻ ഫാദർ പി.ഒ. മത്തായി അച്ഛൻ ഇതിൻ്റെ അധ്യക്ഷനായിട്ടിരിക്കുകയും ഈ ഗോൾഡൻ ജൂബിലി അച്ഛൻ കടന്നു വന്നപ്പോൾ ഈ ഗോൾഡൻ ജൂബിലി ഈ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ സമയത്ത് അച്ഛൻ കടന്നു വരികയാണ്. അച്ഛൻ അതിൻ്റെ മുന്നിൽ നിന്ന്
എല്ലാ വേണ്ടുന്ന നേതൃത്വങ്ങളും എത്ര കമ്മിറ്റി നടത്തിയെന്ന് പറഞ്ഞാൽ ഓരോ ആവശ്യങ്ങൾക്കും ആ ഗോൾഡൻ ജൂബിലിയുടെ കമ്മിറ്റി വിളിക്കാനായിട്ട് അച്ഛൻ ഉത്സാഹത്തോടെ മുന്നോട്ട് കൂടി വന്നു. ആ കമ്മിറ്റിയിലൊക്കെ അച്ഛൻ സമയം കൃത്യമായിട്ട് വന്നിട്ട് വേണ്ട നിർദ്ദേശങ്ങളെല്ലാം നമുക്ക് വ്യക്തമായിട്ട് തരികയും നമ്മളുടെ ഫണ്ട് അച്ഛൻ എപ്പോഴും പറയും, നിങ്ങൾ പണത്തെക്കുറിച്ച് ആരും പേടിക്കണ്ട, പണം നമുക്ക് വന്നുകൊള്ളും, നമ്മൾ പ്രാർത്ഥിച്ചാൽ മതി. അച്ഛൻ്റെ വാക്കുകൾ വളരെ അർത്ഥവത്താണ്. നമ്മൾ പണത്തെക്കുറിച്ച് വറീഡായിട്ടില്ല. അതിൻ്റെ ഭവനം നിർമ്മിക്കുവാനുള്ള പണം നമുക്ക് കിട്ടി. ഈ ഗോൾഡൻ ജൂബിലി സമാപന സമ്മേളനത്തിനുള്ള പണവും എല്ലാം നമുക്ക് എങ്ങനെ തരുന്നു എന്ന് ചോദിച്ചാൽ ഇടവകയിലെ ജനങ്ങളിലൂടെ കർത്താവ് പ്രവർത്തിച്ച് നമുക്ക് ഇവിടെ കൊണ്ടുവരികയാണ്. ഇപ്പോഴും ഈ സമയത്തും നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും വേണ്ടിയിട്ട് അച്ഛൻ മുൻകൈ എടുത്ത് നടത്തിയ എല്ലാ നല്ല പ്രവർത്തനങ്ങൾക്കും അച്ഛനോടുള്ള നന്ദി സ്നേഹം ഒരിക്കൽ കൂടി അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ ഗോൾഡൻ ജൂബിലിയുടെ ഈ തുടക്കത്തിലുണ്ടായിരുന്ന നമ്മുടെ വികാരി അച്ഛനായ ബേസിലച്ഛനാണ് എൻ്റെ തുടക്കം ചെയ്തത്. ബേസിലച്ഛനോടുള്ള നന്ദിയും സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. ഇന്ന് ഈ യോഗത്തിലേക്ക് കടന്നു വന്ന് നമുക്ക് വേണ്ടുന്ന അനുഗ്രഹ ദൂത് എന്ന എല്ലാ ഇതര ഇടവകയിലുള്ള എല്ലാ അച്ഛന്മാരോടും, പേരെടുത്ത് പറയുന്നില്ല എങ്കിലും എല്ലാ അച്ഛന്മാരോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയം അറിയിച്ചുകൊള്ളുന്നു. ഒരു കാര്യം വ്യക്തമായിട്ട് പറയട്ടെ, ഇന്നത്തെ ഈ യോഗത്തിൽ വളരെ മനോഹരമായിരുന്നു. അച്ഛൻ പോയി വിളിച്ചപ്പോൾ അച്ഛൻ്റെ ആത്മാർത്ഥമായ ആ ഒരു ക്ഷണം കൊണ്ടാണ് ആദ്യമായിട്ട് എല്ലാ അച്ഛന്മാരും, ഈ സെൻട്രലിലുള്ള എല്ലാ അച്ഛന്മാരും ഒരു യോഗത്തിൽ ഒരുമിച്ച് പങ്കെടുക്കാനായിട്ട് സാധിച്ചു. അതിനു വേണ്ടിയിട്ട് അച്ഛനോടൊരു നന്ദി പറയുന്നു. കാരണം അച്ഛൻ അതേപോലെ നന്നായിട്ട് ക്ഷണിച്ച് ആ അച്ഛൻ്റെ ക്ഷണം കേട്ട് കഴിഞ്ഞാൽ വരാതിരിക്കാൻ പറ്റത്തില്ല. ഞാനും അച്ഛനൂടെ പോയത്, അതുകൊണ്ടാണ് പറഞ്ഞത്. അത് അത്ര ആത്മാർത്ഥത്തോടെ അച്ഛൻ ക്ഷണിച്ചു. വന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഈ ഗോൾഡൻ ജൂബിലിയുടെ ഇതിനു വേണ്ടിയിട്ട് മുന്നിട്ട് നിന്ന ട്രസ്റ്റി, സെക്രട്ടറി, ആത്മാർത്ഥമായിട്ട് അവരുടെ പ്രവർത്തനങ്ങൾ ഇതിന് മുന്നേ കൂടെയുണ്ട്. ഇതിനു വേണ്ടിയിട്ട് നിന്ന അവരോടുള്ള എല്ലാ നന്ദി സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇതിനു വേണ്ടിയിട്ട് നിന്ന കമ്മിറ്റി അംഗങ്ങൾ, ഈ ഗോൾഡൻ ജൂബിലിയുടെ എല്ലാ തീരുമാനങ്ങൾക്കായിട്ടും എൻ്റെ മുന്നിട്ട് നിന്ന കമ്മിറ്റി അംഗങ്ങൾ വളരെ ശക്തമായ രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൈത്താങ്ങ് നൽകിയതുകൊണ്ടാണ് ഈ ഒരു ഗോൾഡൻ ജൂബിലിയുടെ സമാപന സമ്മേളനം വളരെ മനോഹരമായിട്ട് നമുക്ക് പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് സാധിച്ചത്. അതിനു വേണ്ടിയിട്ട് കമ്മിറ്റി അംഗങ്ങളോടുള്ള എല്ലാ നന്ദി സ്നേഹവും അറിയിക്കുന്നു. ഗോൾഡൻ ജൂബിലി കമ്മിറ്റി അംഗങ്ങൾ, അടുത്തത് ഞാൻ മുന്നേ പറഞ്ഞ കമ്മിറ്റി അംഗങ്ങൾ ഇടവക കമ്മിറ്റി അംഗങ്ങളാണെങ്കിൽ ഗോൾഡൻ ജൂബിലിയുടെ കമ്മിറ്റി അംഗങ്ങൾ 18 പേരുണ്ട്. അവർ തന്ന കൈത്താങ്ങുകൾ, അതിൻ്റെ കൺവീനറായിട്ട് വർക്ക് ചെയ്തിരിക്കുന്ന എബ്രഹാം ചാക്കോയുണ്ട്, അത് സുനു ജോണുണ്ട്, അതുപോലെ തന്നെ എൻ്റെ ഈ ഫിനാൻസിൽ വന്നിരിക്കുന്ന ഷാജി സാറുണ്ട്, ജോർജ് ഡാനിയൽ സാറുണ്ട്, ബാക്കിയുള്ള എല്ലാ കമ്മിറ്റി അംഗങ്ങളും എല്ലാവരെയും ഇവിടെ വന്ന് അവർ ആദരിക്കാനായിട്ട് ദൈവം അവരൊക്കെ എല്ലാവർക്കും ഇവിടെ വിളിച്ച് നമുക്ക് ആദരവ് കൊടുക്കാനായിട്ട് നമ്മൾക്കിടയായി. അവരെല്ലാവരെയും ഇനി വരാനുള്ള കുറച്ച് പേരുണ്ട്, അവരോടുള്ള നന്ദി സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ഈ യോഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് വന്നത് നമ്മൾ ഇടവകയിലെ സീനിയറായിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരും സ്നേഹത്തോടു കൂടി കടന്നു വന്ന് അവരുടെ എല്ലാ സംഭാവനകളെയും നമ്മൾ ഈ സമയത്ത് ഓർക്കുന്നു. കാരണം 50 വർഷം എന്ന് പറയുമ്പോൾ 50 വർഷങ്ങളിലും ഓരോ ആൾക്കാരും തന്ന ചെറിയ സഹായങ്ങളാണ്. അവർ തന്ന സഹായങ്ങൾ വലുതും ചെറുതുമായ എല്ലാ സഹായങ്ങളും കൊണ്ടാണ് ഇടവക ഈ ഒരു നിലയിലേക്ക് ഉയർന്നു വന്നത്. അപ്പം ഇവിടെ വന്ന എല്ലാ സീനിയർ മെമ്പേഴ്സിനോടുമുള്ള നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ ഇടവക മെമ്പേഴ്സ് എല്ലാം യോഗത്തിൽ കടന്നു വന്നു. എല്ലാവരും ആദ്യാന്തം നന്നായിട്ട് യോഗത്തിന് സഹകരിച്ചു. അവരോടുള്ള നന്ദി സ്നേഹം അറിയിക്കുന്നു. അതോടൊപ്പം നമ്മുടെ കൊയർ, മനോഹരമായിട്ട് ഗാനങ്ങൾ ആലപിച്ച കൊയർ, അതുപോലെ തന്നെ ഇതിൻ്റെ മീഡിയ വിങ്, അവരോട് ആദ്യമൊക്കെ നമ്മൾ പറയും നിങ്ങൾ രാജിവെച്ചു നിങ്ങൾ എന്താ ചെയ്യുന്നതെന്നൊക്കെ. പക്ഷേ അവർ വളരെ മനോഹരമായ പ്രവർത്തനം, നന്ദി അറിയിക്കുന്നു. നിങ്ങളോടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആ 4 പേരോടും നിങ്ങളോടുള്ള നന്ദി സ്നേഹവും അറിയിച്ചു കൊള്ളുന്നു. അതുപോലെ തന്നെ ഈ യോഗത്തിൻ്റെ ആങ്കറായിരുന്ന ഷാജി സാറ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ആഹാരത്തിന് വേണ്ടിയിട്ട് ഈ യോഗത്തിന് നമുക്ക് വേണ്ടിയിട്ട് ഇന്ന് ദിവസങ്ങളായിട്ട് കുക്കിങ്ങിന് വേണ്ടിയിട്ട് കടന്നു വന്ന എല്ലാ ഇടവക ജനങ്ങളും, നമ്മുടെ ക്യാമറമാനായിരിക്കുന്ന അനോജിനോടും, അതുപോലെ തന്നെ നമുക്ക് ക്യാമറയിലൂടെ സപ്പോർട്ടിംഗ് ആയിട്ട് വന്ന ലാലിൻ്റെ സ്റ്റുഡിയോ മെമ്പേഴ്സ്, ഇവരോടുള്ള എല്ലാ നന്ദി സ്നേഹവും അറിയിച്ചുകൊള്ളുന്നു. എല്ലാവരോടുള്ള നന്ദി സ്നേഹവും ഒരിക്കൽ കൂടി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. സെന്റ് സ്റ്റീഫൻസ് ഓർത്തഡോക്സ് ഇടവകയുടെ കനക ജൂബിലി ആഘോഷങ്ങളുടെ പൂർത്തീകരണം ഇന്ന് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇതിൽ സംബന്ധിച്ച എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ക്ലോസിംഗ് പ്രയർ ആൻഡ് ബെനഡിക്ഷൻ. പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രനും കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും ആവാസവും സംബന്ധവും കൂട്ടായ്മയും ഈ ഇടവകയുടെ മേലും ഇതിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ മേലും ഇതിലായിരിക്കുന്ന ഓരോ കുടുംബങ്ങളുടെ മേലും ഇവർക്കുള്ളവരുടെ മേലും നിങ്ങളിൽ നിന്ന് വാങ്ങിപ്പോയിരിക്കുന്ന ദാസരുടെ ആത്മാക്കളോടുകൂടി
ഇപ്പോഴും എല്ലായ്പ്പോഴും എന്നേക്കും സദാ വർദ്ധിച്ചിരിക്കുമാറാകട്ടെ. ആമേൻ.